നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ലോകത്തെ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏറെ നാടകീയ രംഗങ്ങൾക്ക് ശേഷം പുറത്തെത്തിയത്. അവസരങ്ങൾക്ക് വേണ്ടി നടിമാർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നും സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്, അവരാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ടിൽ ആരംഭിക്കുന്നത് ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് എന്ന വാചകങ്ങളോടെ തുടങ്ങുന്ന 233 പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അവസരങ്ങൾ കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം, ഇല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടും. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും. റിപ്പോർട്ടിലുള്ളത് നടക്കുന്ന സത്യങ്ങളാണ്. സിനിമയിൽ പുരുഷാധിപത്യമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അവസരങ്ങൾക്ക് വേണ്ടി നടിമാർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നും സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്, അവരാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടൻ മുകേഷിനെതിരായി നേരത്തെ ഉയർന്ന ആരോപണവും വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി വനിതാ സംവിധായകയാണ് രംഗത്ത് വന്നത്. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയ വിവരം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയത്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയത് എന്ന് ടെസ്സ പറയുന്നു. അന്ന് മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും പലതവണ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ തന്റെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് ഒബ്രമിനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു തന്ന് തന്നെ രക്ഷിക്കുകയായിരുന്നുവെന്നും കൽക്കത്ത സ്വദേശിയായ ടെസ് പറഞ്ഞിരുന്നു. ദേശീയ തലത്തിൽ പല പ്രമുഖർക്കെതിരെയും മീറ്റു ക്യാമ്പയിനിൽ ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നതിനിടെയായിരുന്നു മുകേഷിനെതിരായ ആരോപണങ്ങൾ രംഗത്തു വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരം കുത്തിപ്പൊക്കലുകൾ പുറത്തുവരുന്നത്. അതേസമയം സ്ത്രീകൾക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമങ്ങൾ അടക്കം കേട്ട് ഞെട്ടിപ്പോയെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നും അതിനാൽ ആ മൊഴികൾ പുറത്തുവിടണമെന്ന ആവശ്യം ഉയർത്തി കോടതിയിൽ ഹർജിക്കെത്താൻ സാധ്യതകൾ ഏറെയാണ്. സ്വകാര്യത സംബന്ധിച്ച നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഈ മൊഴികൾ പുറത്തുവിടുന്നതിന് കോടതികൾ പച്ചക്കൊടി കാണിക്കാൻ സാധ്യത കുറവാണെങ്കിലും അത് നിയമയുദ്ധങ്ങൾക്ക് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. ഇതിനിടയിൽ പല വിവരങ്ങളും പുറത്തുവരാനും സാധ്യതയുണ്ട്. മറ്റൊന്നാണ്, ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റകൃത്യം നടന്നതായി ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ അക്കാര്യം അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരാനുള്ള സാധ്യത. പുറം സമൂഹത്തിന് മുൻപിൽ വെളിപ്പെടുത്തിയില്ലെങ്കിൽ പോലും പ്രത്യേക കമ്മീഷനോ മറ്റോ അത്തരം കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഏറ്റവും ഒടുവിൽ കോടതിയെ സമീപിച്ചത് നടി രഞ്ജിനി ഉൾപ്പെടെ 42 പേരാണ് കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയത്. താൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് എതിരല്ല, എന്നാൽ എന്താണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്ന് അറിയേണ്ടതുണ്ട് എന്നായിരുന്നു അവരുടെ ആവശ്യം. അത് അറിയുന്നതുവരെ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവും സ്റ്റേ ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. നൽകിയ മൊഴി അനുസരിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിടുന്നതിലൂടെ തന്റെ സ്വകാര്യത ഹനിക്കപ്പെടുന്നു എന്ന വാദമാണ് ഇവർ ഉയർത്തിയത്. ഇത്തരത്തിൽ മൊഴി നൽകിയ ആരെങ്കിലും അത് സ്വമേധയാ പുറത്തുവിടുകയോ അല്ലെങ്കിൽ നിയമവഴി തേടുകയോ ചെയ്താലും നിയമയുദ്ധങ്ങൾ ഉറപ്പാണ്. ഇത് പല വിധത്തിൽ സിനിമാ മേഖലയിൽ തർക്കങ്ങളും ചേരിതിരിവുകളും ഉണ്ടാക്കും. ആളുകളെ തിരിച്ചറിയുന്നത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്ത ശേഷമാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്ന കാര്യം വ്യക്തമായിട്ടും അതിനെതിരെ ഇതുവരെ നടന്ന നിയമ പോരാട്ടങ്ങൾ മേൽപ്പറഞ്ഞ സാധ്യതകൾക്ക് ആക്കം കൂട്ടുന്നതാണ്.